വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക, മുൻപേ നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, എന്നാൽ ക്രിസ്തു യേശു നമ്മളെ അതിൽ നിന്ന് ജീവിപ്പിക്കുവാനിടയായി തീർന്നു. മനോവികാരങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതായിരുന്നു എന്നെ നിയന്ത്രിച്ചിരുന്നത്. അതാണ് എന്നെ നിയന്ത്രിച്ചിരുന്നതെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്വാധീനിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആകാശത്തിൻ്റെ അധികാരങ്ങൾ. അതിനനുസരിച്ചാണ് എൻ്റെ മനോവികാരങ്ങൾ ചലിച്ചുകൊണ്ടായിരുന്നത്. ഹല്ലേലൂയ. അത് ചലിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ മനസ്സിന് ഇഷ്ടമാകുന്ന വിധത്തിൽ അതെന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അത് കൊണ്ടുപോകുന്നതനുസരിച്ച് എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ചിലതെന്നെ നിയന്ത്രിച്ചതാണ്, എന്നാൽ കർത്താവ് അതിൽ നിന്നാണ് എന്നെ വിടുവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളായിരുന്ന ചിലതിന് ഇനി നിങ്ങൾ അടിമയല്ല. നിങ്ങളായിരുന്ന ചിലതിന് ഇനി നിങ്ങൾ അടിമയല്ല. അവൻ നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുവാനിടയായി തീർന്നു. ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ ചില അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ. ചില ആത്മീയ ബോധ്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പകർന്നു തരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാണ് ഫ്ലഷ്ലി ഡിസയറിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് പഠിപ്പിക്കുന്നതും ക്രിസ്തുവിൽ എന്ന ചിന്തയിൽ നിന്ന് അടിസ്ഥാനപ്പെട്ടാണ്. ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഈ വാക്യമാണ് നമ്മൾ തുടർമാനമായി വായിച്ചത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 3 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് സഭയെ നോക്കിയിട്ട്, എഫെസ്യ സഭയെ നോക്കി വളരെ മനോഹരമായ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസ് സഭയോട് ചോദിക്കുക, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എനിക്ക് വെളിപ്പാടിനാൽ, ദൈവം എനിക്ക് വെളിപ്പാടിനെ തന്നു, ദർശനം തന്നു. ഞാൻ ആ വാചകത്തെ പഠിച്ചപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ ഒരാൾക്ക് മനസ്സിലാക്കി കിട്ടുന്ന ആത്മീയ അനുഭവത്തെയാണ് അവിടെ വെളിപ്പാട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ് പറയുക, വെളിപ്പാടിന് എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു. എന്നിട്ട് ആ മർമ്മം എന്താണ് എന്ന് താഴോട്ട് പൗലോസ് വർണ്ണിക്കുകയാണ്. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അപ്പോൾ വെളിപ്പാട് പൗലോസിന് ഉണ്ടായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പൗലോസിന് എന്തുണ്ടായി? ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. ഇത് ഒറ്റ വാക്കുകൊണ്ട് പൗലോസ് പറഞ്ഞെങ്കിലും അത് ഒരു രക്ഷ, ഈ ലോക ജീവിതം, നിത്യത, വീണ്ടെടുപ്പ്, നിത്യത എന്ന് അടങ്ങുന്ന ഒരു രക്ഷയുടെ പാക്കേജിനെയാണ് പൗലോസ് വെളിപ്പാടിലൂടെ പ്രാപിച്ചിരിക്കുന്നത്. നമുക്കൊരു വാക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുക ഏതോ ഒരു സ്പെസിഫിക് ആയ ഒരു കാര്യം ദൈവം പൗലോസിനോട് സംസാരിച്ചു എന്നാണ്. എന്നാൽ എനിക്ക് മനസ്സിലായത്, പൗലോസിൻ്റെ ലേഖനങ്ങളിലുടനീളം വായിച്ചാൽ മനസ്സിലാകും, ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷ മുതൽ നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ, നിത്യത വരെ എന്ന് പറഞ്ഞാൽ തീർന്നു പോകും,
ലോകാരംഭം മുതൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വരെയുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു ഉദ്ദേശത്തെ ക്രിസ്തുവേശുവിലൂടെ പൗലോസിനെ ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ ഈ വാചകം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുക്കുന്ന, ലോകാരംഭം മുതലേ തിരഞ്ഞെടുക്കുന്നതും ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായി കംപ്ലീറ്റഡ് ആകുന്ന, പരിപൂർണമാകുന്ന ദൈവത്തിൻ്റെ പ്ലാനെ കുറിച്ചുമാണ് പൗലൂസിനെ വേദപുസ്തകത്തിൽ പൗലൂസിനെ മനസ്സിലായ ആത്മീയ വെളിപ്പാട്. അതിൽ ഒരെണ്ണമാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്ന് തന്നെ. ഞാൻ ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കും, പൗലോസ് എന്താ ഈ പൗലോസ് പറയുന്നത്? സുവിശേഷം കേൾക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന, എനിക്കും നിനക്കും ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് പൗലോസ് പറയുകയാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പാപമോചനം മാത്രമാണ്. എന്നാൽ സുവിശേഷത്തിലൂടെ പൗലോസ് അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ ക്രിസ്തുവേശു നമ്മളിൽ സാധ്യമാക്കിയ ആത്മീയ രഹസ്യങ്ങളെ അറിയുന്നത് ഭയങ്കര കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എഫേസ്യ ലേഖനങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എത്ര പ്രാവശ്യം എഫേഷ്യൻസ് വായിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്കൊരു കാര്യം അറിയാം, എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു നിധി കണ്ടെത്തിയ ആളെ പോലെയാകട്ടോ. എവിടെ നോക്കിയാലും പൗലോസിൻ്റെ ആത്മീയ ആഴമേറിയ ബോധ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. സോ എൻ്റെ വിശ്വാസത്തിൽ നിങ്ങളും എഫേസ്യ ലേഖനങ്ങളെ ഒന്ന് പഠിക്കാൻ തുടങ്ങിയാൽ, എഫേസ്യ ലേഖനങ്ങളിൽ ക്രിസ്തുവേശുവിൽ നമുക്ക് യാഥാർത്ഥ്യമായ അനുഗ്രഹങ്ങളും മർമ്മങ്ങളും ഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുഴുവൻ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് നേരെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരാം. പൗലോസ് 1-ാം അധ്യായം മുഴുവൻ ലോകാരംഭങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവേശുവിൽ നമ്മളെക്കുറിച്ച് കണ്ട ദൈവിക പദ്ധതിയെ വിവരിക്കുമ്പോൾ, അതിനുശേഷം കർത്താവ് ക്രിസ്തുവേശുവിൽ നമ്മളോട് ചെയ്ത നീതീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ, അല്ല സഭയെ ഏൽപ്പിച്ച അതിപ്രധാനമായ ഒരു ദൗത്യത്തെ വിശദീകരിച്ച് അവസാനിപ്പിക്കുമ്പോൾ, 2-ാം അധ്യായം തുടങ്ങുന്നത് നമ്മുടെ വീണ്ടെടുപ്പിൽ നിന്നാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ കുറച്ച് കട്ടിയുള്ള വാക്കുകൾ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഒന്ന് വായിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. അതിക്രമങ്ങളാലും പാപങ്ങളുമായിരുന്ന ഞങ്ങളെ, പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇത് തന്നെ ഒരു ദിവസമോ 2 ദിവസം കൂടെ പഠിപ്പിച്ച തീരാനൊക്കത്തില്ല. തൊട്ട് താഴോട്ട്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും, കഴിഞ്ഞ ആഴ്ച ഞാൻ ആകാശത്തിലെ അധികാരം എന്ന ചിന്തയെ തൊട്ടു, അനുസരണക്കേടിന് മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു നടന്നു. പൗലോസ് പറയുക, ഒരിക്കൽ നിങ്ങൾ ഞാനും ഏതിനനുസരിച്ച് നടന്നു വരാം. ആകാശത്തിൻ്റെ അധികാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ അന്തരീക്ഷം. ഓരോ അന്തരീക്ഷങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പട്ടണത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, കേരളത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഡൽഹിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഹോൾ ഇന്ത്യയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഓരോ ഗ്രാമങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്. ആ അറ്റ്മോസ്ഫിയറിന് മുകളിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് പവർ എന്നൊരു വേർഡാണ്. ഓരോ അന്തരീക്ഷത്തിന് മുകളിൽ ഒരു ശക്തിയുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ദുബായിൽ ചെന്നപ്പോൾ ഒരു ഫാമിലി എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, ബ്രദറെ, എൻ്റെ മോൻ ഷോർട്സ് കാണുന്നതിന് അടിമയാണ്. ഞാൻ ചോദിച്ചു, അതെന്തുവാ? ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഷോർട്സ് കാണുന്നതിന് അടിമയായിരിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഷോർട്സ് കാണുന്ന, ഗെയിം കളിക്കുന്നതിന് അടിമയെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇന്നലത്തെ മെസ്സേജ് അവന് വേണ്ടിയുള്ളതായിരുന്നു. ആ ദിവസം മുതൽ അവന് വലിയൊരു മാറ്റമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? അവൻ ഇങ്ങനെയാ പറഞ്ഞത്, ബ്രദറെ, എങ്ങനെയോ യാദൃച്ഛ വെച്ചാൽ ആ മെസ്സേജ് കേട്ടത് അവൻ. പക്ഷെ അവൻ പറയുക, ഞാൻ അങ്ങനെയാ, എൻ്റെ റൂമിൽ കയറിയാൽ ആദ്യ സെക്കൻഡ് മുതൽ ഞാൻ ഷോർട്സ് കാണാൻ തുടങ്ങും.
1 മിനിറ്റിനകത്തുള്ള വീഡിയോ ആണ്, പക്ഷേ മണിക്കൂറുകൾ പോകുന്നത് ഞാൻ അറിയത്തില്ല. ഞാനത് വേണ്ട എന്ന് വെച്ചിട്ടാ ഇരിക്കുന്നേ, പക്ഷെ തൊട്ടാൽ ഞാനത് കണ്ടുകൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ പോകും. എൻ്റെ പ്രാർത്ഥനാ സമയം, ആ മോനൊരു പ്രാർത്ഥിക്കുന്നൊരു മോനാണ്, പ്രാർത്ഥിക്കുന്നൊരു കുടുംബമാണ്. ആ കുടുംബത്തിനുണ്ടായ കാര്യമായി പറയുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടെ? അവൻ പറഞ്ഞു, എൻ്റെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ അറ്റ്മോസ്ഫിയറിൽ വ്യാപരിക്കുന്ന എന്നെ യൂട്യൂബിനെ അടിമയാക്കുന്ന ആ ഇരുട്ടിന്റെ സ്വാധീനത്തെ ഞാൻ ശാസിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തുണ്ടായി? അവൻ പറയുക, പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പ്രസംഗിച്ച പ്രകാശനോട് സംസാരിക്കുക. പ്രകാശനോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അത്ഭുതകരമായ കാര്യമുണ്ടായി. ഞാൻ ചോദിച്ചു എന്താ? അവൻ്റെ പ്രകാശ് ബ്രദറിൻ്റെ ചർച്ചിനകത്തുള്ളൊരു വിശ്വാസി പെൺകുട്ടി, അവൾ പറഞ്ഞു, എൻ്റെ വികാരങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ വയ്യ. പ്രകാശ് അവളെ ദൈവദിനത്തിൽ നിന്നും കൃപയിൽ നിന്നും ഉപദേശിച്ചു. പ്രത്യേകിച്ച് അവളോട് ഇങ്ങനെ പറഞ്ഞു, നോക്ക്, കർത്താവിന് നിയന്ത്രണം എൻ്റെ മുകളിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. അവൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ നിയന്ത്രണം എൻ്റെ മുകളിൽ ഉണ്ടാകണമേ. എന്നിട്ട് എന്നെ അതിശയിപ്പിച്ചത് പ്രകാശിനോട് ആ മോള് പറഞ്ഞ സാക്ഷ്യമാണ്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ വലിയൊരു അതിശയം തോന്നി. അവൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇനി വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സ്വാധീനം എന്നെ തൊടാതിരിക്കണമേ. അവൾ പറയുക, ആ ദിവസം മുതലേ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ കാണേണ്ടാത്തത് എന്ന് തോന്നുന്ന വീഡിയോകൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോപ്പപ്പ് ചെയ്തു വരുന്നത് നിന്നുപോയെന്ന്. അയ്യോ, ഭയങ്കരമായി പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്. ഞാനൊന്നും കൂടെ പറയാം കേട്ടോ. നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ചിലപ്പോൾ പൊങ്ങി വരുന്ന കാണാം. അത് യൂട്യൂബിൻ്റെ ഒരു സ്വഭാവമാണ്, ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സ്വഭാവം. അതങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവൾ പറയുക, പക്ഷേ ഞാൻ ആ കാര്യം പ്രാർത്ഥിച്ചതിന് ശേഷം, ദൈവമേ ഇനി മുതൽ നിന്റെ നിയന്ത്രണത്തിൽ എൻ്റെ വീടിനെ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണേ എന്ന് പറഞ്ഞ നിമിഷം മുതൽ അവൾ പറയുക, എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കർത്താവ് കയറി പ്രവർത്തിച്ചത്. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുക്കാവോ? ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ റിസീവ് ചെയ്തോണം കേട്ടോ. നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഏതെങ്കിലും കയറി കാര്യങ്ങൾ പൊങ്ങി വന്നു, പെട്ടെന്ന് നിങ്ങളെ സ്വാധീനിച്ചു. അത് നോക്കേണ്ടാത്തതാ, പക്ഷെ ഒന്ന് നോക്കിപ്പോയി, വീണ്ടും ഒന്ന് നോക്കിപ്പോയി, പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. സൗരങ്ങളെ, അതിൻ്റെ പേരാണ് നിയന്ത്രിക്കുന്ന ആകാശത്തിലെ അറ്റ്മോസ്ഫിയറിന്റെ ശക്തികൾ എന്ന് പറയുന്നത്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടട്ടെ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ആകട്ടെ. അറ്റ്മോസ്ഫിയർ ബ്രേക്ക് ആകട്ടെ. അറ്റ്മോസ്ഫിയർ ബ്രേക്ക് ആകട്ടെ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അറിയാതെ ഇൻവോൾവ് ആകുന്നുവെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് നിങ്ങൾ കയറി വന്നാൽ, ഞാൻ ഇരിക്കുന്ന ഓഫീസ് മുറിയിലേക്ക് കയറി വന്നാൽ, നിങ്ങൾ അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം അതിനകത്തൊരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ചിലരുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എനിക്കറിയാം ആ വീട്ടിൽ ഏത് അറ്റ്മോസ്ഫിയറാണ് ഉള്ളതെന്ന്. ചില വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അറിയാതെ വായിൽ അന്യഭാഷ വരാൻ തുടങ്ങും, ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ വരാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം ആ വീടിനകത്തൊരു അന്തരീക്ഷം ഉണ്ടാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ പള്ളി വരുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അല്ലല്ല, ആ പാസ്റ്ററിന് അറിയാം അറ്റ്മോസ്ഫിയർ ഏതാണ്. നിങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ നോക്കാവോ? ഒരു സെക്കൻഡ് കൊണ്ട് നാശമാക്കാനും ഒരു സെക്കൻഡ് കൊണ്ട് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ വായിലെ വാക്കുകളും സ്തുതികളും ആ കാരണമാക്കുന്നത്. നാശമാക്കാനും വേണമെങ്കിൽ നാശമാക്കാം, ബിൽഡ് ചെയ്യണമെങ്കിൽ ബിൽഡ് ചെയ്യാം. വേദനയിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ജോയിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അത് നിന്റെ അധികാരത്തിലായിരിക്കുന്നത്. ഈ പകൽ ചിലതിനെ ബ്രേക്ക് ചെയ്തിട്ട് പറ, അറ്റ്മോസ്ഫിയർ മാറട്ടെ, എൻ്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ മാറട്ടെ, എൻ്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ മാറട്ടെ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നോക്ക, അപ്പോൾ ഒരിക്കൽ ചില അറ്റ്മോസ്ഫിയർ നമ്മളെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ഇന്ന് എന്നെ നിയന്ത്രിക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ പേര് പരിശുദ്ധാത്മാവ് എന്ന അറ്റ്മോസ്ഫിയർ ആണ്. പരിശുദ്ധാത്മാവിനാൽ ക്രിയേറ്റഡ് ആയ അറ്റ്മോസ്ഫിയർ ആണ്. ഒന്ന് കൈ അടിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവിനാൽ ക്രിയേറ്റഡ് ആയ അറ്റ്മോസ്ഫിയർ ആണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഒന്ന് പറഞ്ഞു ദൈവത്തോട്, കർത്താവേ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതിന് അങ്ങനൊരു ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ. അങ്ങനൊരു അന്തരീക്ഷം എനിക്ക് എപ്പോഴും തരണമേ. ഇനി അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത വാചകം, അവരുടെ ഇടയിൽ നാം എല്ലാം മുമ്പേ നമ്മുടെ ജഡമോഹത്തിനും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം കേട്ടോ. നമുക്ക് ആകാശത്തിന്റെ ശക്തികൾ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളിലും ജഡത്തിനും
മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് മുഴുവൻ നമ്മൾ ചെയ്യാൻ തുടങ്ങും. ക്യാൻ ഐ റിപ്പീറ്റ് ഇറ്റ്? ഒന്ന് പറഞ്ഞേ. ഒന്ന്, നമ്മുടെ ജഡത്തിന്റെ മോഹം. അടുത്ത വാചകം പറയുക, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മുടെ മനോവികാരങ്ങൾക്കും നമ്മുടെ ജഡത്തിനും ഇഷ്ടമാകുന്ന വിധത്തിലാണ് ആകാശത്തിലെ ശക്തികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ മനസ്സിനും നമ്മുടെ ജഡത്തിനും ഇഷ്ടമാകുന്ന വിധത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന, ജഡത്തിൽ സന്തോഷം തോന്നുന്ന, മനസ്സിന് സന്തോഷം തോന്നുന്ന വിധത്തിൽ നമ്മളെ നയിക്കുന്നതിന്റെ പേരാണ് വാസ്തവത്തിൽ ആകാശത്തിലെ അന്തരീക്ഷം എന്ന് പറയുന്നത്. നോക്ക, ആകാശത്തിലെ അന്തരീക്ഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങിയ മനോവികാരങ്ങൾ ഉണ്ടാകും. എല്ലാവരും പറഞ്ഞേ, മനോവികാരങ്ങൾ. അടുത്തത്, ആ മനോവികാരങ്ങൾ ജഡത്തിലെ ഇഷ്ടത്തിലേക്ക് നടത്തും. മദ്യപാനം, വ്യഭിചാരം, വെറിക്കൂത്തുകൾ, മോശമായ ജീവിതം, ഇതിലേക്ക് നമ്മൾ നടത്താൻ തുടങ്ങും. ഇത് ആകാശത്തിലെ ശക്തികൾ നമ്മുടെ മേൽ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആകാശത്തിലെ ശക്തികൾ നമ്മുടെ മേൽ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ എന്താണ് ഉണ്ടാകാൻ തുടങ്ങുക? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യം നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാകും. ഇതൊരു ഭയങ്കര കാര്യമോ? ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുമ്പോഴും എന്താ ഉണ്ടാകുന്നത്? ചിന്തകളാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ആകാശത്തിലെ ശക്തികൾ, ഇരുട്ടിന്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ എന്തോ ഉണ്ടാകും? നമ്മുടെ അകത്ത് മനോവികാരങ്ങൾ ഉണ്ടാകും. എല്ലാവരും പറഞ്ഞേ, മനോവികാരങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ബൈബിൾ വായിക്കാൻ തോന്നത്തില്ല, കർത്താവിന് വേണ്ടി മാറിയിരിക്കാൻ തോന്നത്തില്ല, ക്ഷമിക്കാൻ തോന്നത്തില്ല, വൈരാഗ്യം വരും. നമ്മുടെ ഉള്ളിൽ മനോവികാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളോട് ഞാൻ പറയാം, കർത്താവിന്റെ അന്തരീക്ഷം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും, നിങ്ങൾക്ക് താഴാൻ പറ്റും, നിങ്ങൾക്ക് ദേഷ്യം തോന്നത്തില്ല, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകാൻ തുടങ്ങും. അല്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നും, നിങ്ങൾക്ക് വായിക്കാൻ തോന്നും, ഒരു പാട്ട് എഴുതാൻ തോന്നും, പാട്ട് പാടാൻ തുടങ്ങും, കർത്താവിൽ നിന്ന് കേൾക്കാൻ തോന്നും. ഇത് പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദഹീർദ്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ജഡത്തിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആകാശത്തിന്റെ ശക്തികൾ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മനോവികാരങ്ങൾ ഉണ്ടാകും. എൻ്റെ ശരീരത്തിന് വികാരം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ആകാശത്തിലെ ശക്തികൾ എന്നെ നിയന്ത്രിക്കുന്നതനുസരിച്ച് എൻ്റെ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാനായി തുടങ്ങും. ആകാശത്തിൻ്റെ ഓരോ മേഖലയിലുണ്ടായിരിക്കുന്ന സ്വാധീനത്തിനനുസരിച്ച് ആ മേഖലയിലെ ആളുകൾ ആ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചലനങ്ങൾ മാറും. ചില അഡിക്ഷനുകൾ അതിലേക്ക് വരാനിടയാകും. എന്നാൽ കർത്താവ് നമ്മളെ ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുക. ഞാൻ അവൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആ ഇരുട്ടിൻ്റെ ബലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയൊരു നന്മയിലേക്ക് കൊണ്ടുവരുന്നിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിനി ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അടിമയല്ല, പകരം നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ജാതികൾ സുവിശേഷത്താൽ കർത്താവിലേക്ക് വന്നിരിക്കുകയാണ്. ആ സുവിശേഷത്താൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ കുടുംബം ആലുവിൽ നിന്നാണ് വരുന്നത്. ആലുവിൽ നിന്നാണ്? അതെ. ബ്രദറിന്റെ പേര് സഹദേവൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് കണ്ടില്ലായിരുന്നു ബ്രദറിനെ. സഹദേവൻ ബ്രദറിനെ കണ്ടായിരുന്നു. വൈഫിന്റെ പേര് സുനിത. കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗ് പങ്കെടുത്തതിനെ തുടർന്ന് കുടുംബത്തിന് ലഭിച്ച അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ നടന്ന കാര്യമാണ്. ഈ ബ്രദറെ 8 വർഷമായി മുട്ടിന് താഴെ കാൽ രണ്ടും മരവിപ്പായിരുന്നു. മുട്ടിന് താഴെ കാൽ രണ്ടും മരവിച്ചിരിക്കുമായിരുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ ഈ ബ്രദറിനെ വിളിച്ചു. ഹല്ലേലൂയ, യേശു സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ മുതൽ ബ്രദർ സൗഖ്യമായി എന്നാണ് പറയുന്നത്. ഇതാരെങ്കിലും കണ്ടവരുണ്ടോ? കഴിഞ്ഞ മാസം ഞാൻ ഇദ്ദേഹത്തെ മുന്നോട്ട് വിളിച്ച് ആരെങ്കിലും ഓർമ്മിക്കുന്നു? കണ്ടവരാരെങ്കിലും ഉണ്ടോ? നടുവിന് വല്ല വിഷയം ഉണ്ടായിരുന്നു? കാരണം നിന്റെ ഡിസ്കിന്റെ ഇടതുവശം ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്ന കാണാം. വീഴ്ച പറ്റിയതാണ്, സ്റ്റെപ്പിൽ വീണതാണ്.
എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 50 വയസ്സ്. 50 വയസ്സ്. ഇനി പിള്ളേരുണ്ടാവുമോ? ഉണ്ടാവും. ഇദ്ദേഹത്തിന് നിവർന്ന് കിടക്കാൻ പോലും ഒക്കത്തില്ല. കാരണം കാലൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇവര് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരു അസാധാരണമായ കാര്യമാട്ടോ. കാരണം ഇവർക്ക് നിവർന്ന് കിടക്കാൻ ഒക്കത്തില്ല. അങ്ങനെയല്ലേ? ഇവർക്ക് ചെരിഞ്ഞ് കിടക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാലേ കിടക്ക് വരത്തുള്ളൂ, അല്ലേ? ഞാൻ ഇവരെ തൊട്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇവർക്ക് കൊച്ചുങ്ങളെ കൊടുക്കുക, ആദ്യം അതുകൊണ്ട് ഡിസ്ക് സൗഖ്യമാകുവാണ്. ഒരു നല്ല ആമീൻ പറ. ഞാനിത് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടായി. നടുവിന്റെ അവിടെ ഒരു വേദന വന്നു. ഉണ്ടായോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ടായതാ. അത് നേരെ കാല് വരെ അങ്ങ് പെരുത്തു. ഉണ്ടായോ ചേച്ചി? നിങ്ങളുടെ നടു സൗഖ്യമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ ഇന്ന് സ്തുതിച്ചേ. നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ഇഷ്യൂ ഉണ്ടോ? കാലിൽ ന്യൂറോപ്പതി ഉണ്ടോ? കാല് മരവിക്കും. അതുമാത്രമല്ല, പോസ്ട്രേറ്റ്സിനോട് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. യൂറിൻ ശങ്ക വന്നുകൊണ്ടിരിക്കും. ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. വിശ്വസിക്കാവോ? കൗണ്ട് കർത്താവിന് തിരിച്ചു തരാൻ പറ്റുമോ? നടക്കുവോ? എനിക്കുണ്ടാവും, ഉറപ്പാ. നിങ്ങളൊന്ന് കൈ ഓർത്ത് പിടിച്ച് കർത്താവ് ഒരു ആൺ തലമുറ ഉണ്ടാകട്ടെ. അപ്പ നിങ്ങളൊന്ന് കൈ അടിച്ച് ഒരു ആമീൻ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ അത്ഭുത കരവിനെ തൊടട്ടെ. ബ്രദറിന് എന്തോ ഉണ്ടായേ? എന്തായിരുന്നു സംഭവം ഉണ്ടായേ? എത്ര നാളായിട്ട് ഈ പ്രയാസം ഉണ്ടായിരുന്നു? പ്രയാസം ഉണ്ടായിട്ട് കുറെ കാലമായി. ഓക്കെ, എന്താ ബ്രദറിന്റെ കാലിലെ പ്രയാസം? എന്തോ? രണ്ട് മുട്ടിന്റെ താഴേക്കുള്ള ഭാഗത്ത് വേദനയാണ്. എത്ര അത് ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തോ? ഇല്ല. ഞാൻ പ്രാർത്ഥനയിൽ വന്നപ്പോൾ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയുക, ഇങ്ങനെ ന്യൂറോപ്പതി ഉണ്ട്, അറിയാമോ? രണ്ട് മുട്ടിനും താഴോട്ട് വേദനയായിരുന്നു. എന്തുകൊണ്ടാണ്? എന്തൊക്കെയായിരുന്നു പ്രയാസം? കൊണ്ട് നടക്കാൻ പ്രയാസം ഉണ്ടായിരുന്നോ? ഇല്ല, നടക്കുന്നതിനല്ല. എനിക്ക് ഈ കസേരയിൽ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ മരവിപ്പ് വരും. ഓക്കെ, തറയില് ഇരിക്കാൻ പറ്റത്തില്ല, മുട്ടുമടക്കി ഇരിക്കാൻ പറ്റില്ല. അത് രണ്ടും പൂർണ്ണമായി മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇത് കഴിഞ്ഞ മാസം ഇദ്ദേഹം വന്നപ്പോൾ ഉണ്ടായ സൗഖ്യമാണ്. മുട്ടിന് താഴെ മരവിപ്പായിരുന്നു. യേശു കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നമുക്ക് നന്ദി പറയാം. സന്തോഷത്തോടെ അത്ഭുതവാനേ പറഞ്ഞേട്ടെ. സിസ്റ്ററിന് 13 വർഷമായിട്ട് വീഴ്ചയെ തുടർന്ന് നടുവേദന, വെയിറ്റ് എടുക്കാൻ പറ്റൂല, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. എന്നാൽ ബ്രദർ ഈ സിസ്റ്ററിനെയും വിളിച്ചു. ആ വളഞ്ഞിരിക്കുന്നതായ എല്ല് യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സിസ്റ്റർ സൗഖ്യമായി എന്നാണ് പറയുന്നത്. അതൊരു വലിയ കാര്യമാണല്ലോ. കേൾക്കട്ടെ. സിസ്റ്ററിന് എന്ത് സംഭവിച്ചതാ? വീണതാ. എത്ര നാളുകൾക്ക് മുമ്പ് വീണതാണ്? 13 വർഷം. അന്ന് വീഴ്ചയിൽ എന്ത് സംഭവിച്ചു ചേച്ചിക്ക്? ഡിസ്കിന് അന്ന് 13 വർഷം മുമ്പ് വീണതിനെ തുടർന്ന് ഡിസ്ക് ആകുന്നു. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു ചേച്ചിക്ക്? എന്താ ചെയ്യാൻ പറ്റാതിരുന്നത്? 13 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ല. അതായത് ഇരിക്കാൻ പറ്റത്തില്ല. അത് ഈ ഡിസ്ക് അകന്നു എന്നത് കാരണം കൊണ്ട് 13 കൊല്ലമായിട്ട് കനമുള്ള ഒരു ജോലിയും ചെയ്യത്തില്ല. കഴിഞ്ഞ മാസം സംഭവിച്ചത് എന്താ പറയാമോ? ഇവിടുന്ന് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും. നിങ്ങളെന്താ അനങ്ങാത്തെ? ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ഞാൻ നിങ്ങളോട് പറയും, ഒരു അത്ഭുതം കാണുമ്പോൾ ആ എക്സൈറ്റ്മെന്റോട് കൂടെ ആരൊക്കെ ആരാധിക്കുന്നോ, ആരൊക്കെ വിശ്വസിക്കുന്നോ, അവരുടെ മേൽ ഈ അത്ഭുതങ്ങൾ ഉണ്ടാകും കേട്ടോ. റിസീവ് യുവർ മിറക്കിൾ ടുഡേ. ഓ കമോൺ കൈ അടിച്ചൂടെ ആമീൻ പറ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ.
നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. അതേപോലെ വേദനയിലും പ്രയാസത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലുമായിരിക്കുന്നവർ ആ കാര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. ആ ഭാരത്തെ കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുടുംബങ്ങളിലൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കണം. അപ്പാ അവിടുത്തെ വലിയ സന്ദർശനം ഉണ്ടാകണം. ഹല്ലേലൂയ. സുവിശേഷം ആ വീടുകളിൽ മുഴങ്ങട്ടെ. അപ്പാ സകലരും കർത്താവിനാൽ തൊടപ്പെടട്ടെ. അവരുടെ സകല സാഹചര്യങ്ങളും കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടട്ടെ. അപ്പാ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. താങ്ക് യു ജീസസ്. എബി എന്നു പേരുള്ള ഒരു 30 വയസ്സ് താഴെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. ഒരു കാരണം കൂടാതെ വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സ്ഥിതിയിൽ നിന്ന് ആ ഇരുട്ടിൻ്റെ ബലത്തിൽ നിന്ന് കർത്താവ് അബ്രാനെ മോചിപ്പിക്കുക, വിടുവിക്കുക. കർത്താവിൻ്റെ വലിയ കരം ചലിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദുരൂഷകരകരം ധരെ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിലായിരിക്കാം. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിങ്ങളെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.